MG പ്രതീഷ് നിലയ്ക്കൽ നിന്ന് തത്സമയം ചേരുകയാണ്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് രാഷ്ട്രപതി നിലയ്ക്കൽ എത്തിച്ചേരുക? വിവരങ്ങൾ. നേരത്തെ നിശ്ചയിച്ച ഷെഡ്യൂൾ പ്രകാരം രാഷ്ട്രപതി ദ്രൗപദി മുർമു നിലയ്ക്കലിലായിരുന്നു ഹെലികോപ്റ്റർ ഇറങ്ങേണ്ടത്. പക്ഷേ മോശം കാലാവസ്ഥയെ തുടർന്നാണ് പ്രമാടത്തെ രാജീവ് സ്റ്റേഡിയത്തിലേക്ക് മാറ്റിയത്. പമ്പയിലേക്ക് റോഡ് മാർഗം ദ്രൗപദി മുർമു യാത്ര തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ നിലയ്ക്കൽ ഭാഗത്തുകൂടി പമ്പയിലേക്ക് ദ്രൗപദി മുർമു പമ്പയിൽ അല്പസമയം വിശ്രമിച്ച ശേഷമായിരിക്കും ഈ സന്നിധാനത്തേക്ക് പോകുന്നത്. 11 കൂടി തന്നെ 18-ാം പടി ചവിട്ടി ദ്രൗപദി മുർമു ശബരിമല സന്നിധാനത്ത് എത്തും. ഈ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് പൂർണ്ണ കുംഭം നൽകി രാഷ്ട്രപതിയെ സ്വീകരിക്കും. ഏകദേശം 1 മണിക്കൂറും 10 മിനിറ്റുമായിരിക്കും രാഷ്ട്രപതി ശബരിമല സന്നിധാനത്ത് തുടരുന്നത്. അവിടെ ഗസ്റ്റ് ഹൌസിൽ വിശ്രമിച്ച ശേഷം വൈകിട്ട് 3 മണിയോട് കൂടി തന്നെ തിരികെ രാഷ്ട്രപതി പോകുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത്. ഈ രാഷ്ട്രപതിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സുരക്ഷയും നിലയ്ക്കലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ പോലീസ് സുരക്ഷയിലാണ് രാഷ്ട്രപതി നിലയ്ക്കലും ഒപ്പം പമ്പ ഭാഗത്തേക്കും ഒക്കെ തന്നെ പോകുന്നത്. മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ വലിയ പൂർണ്ണ നിയന്ത്രണം ഈ ഭാഗത്ത് ഉണ്ട്. ഈ നിലവിൽ ഈ പമ്പയിലേക്കുള്ള യാത്ര രാഷ്ട്രപതി അല്പസമയത്തിനകം തന്നെ ഈ നിലയ്ക്കലിൽ എത്തിച്ചേരുമെന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.